അപ്പോൾ വിശ്വാസികളുടെ ആരാധനാ സൗകര്യം, ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി നിന്ന് ആരാധിക്കുന്നതിനുള്ള സൗകര്യം വർദ്ധിക്കത്തക്ക വിധത്തിലുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്ന കാലഘട്ടം. ആരാധനയ്ക്ക് പല ഭാഗങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ആരാധനയിൽ നാം വന്ന് പങ്കെടുക്കുന്ന നമ്മുടെ ഒരു സാന്നിധ്യമുണ്ട്. അതേ സമയത്ത് തന്നെ അവിടെ കാണുന്ന കാഴ്ചകൾ, ദേവാലയത്തിൻ്റെ ചിത്രപ്പണികൾ, ദേവാലയത്തിൽ ഉയരുന്ന മണിനാദങ്ങൾ, അവിടെ ഉയരുന്ന കുന്തിരിക്കത്തിൻ്റെ പരിമളം, അവിടെ ഉയരുന്ന ആരാധന ശബ്ദം, ഇതെല്ലാം നമ്മുടെ ആരാധന അന്തരീക്ഷത്തെ പരിപാവനമാക്കുന്ന വിവിധ ഘടകങ്ങളാണ്. നാം ഒരു ആരാധന പങ്കെടുക്കുമ്പോൾ കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, മൂക്കുകൊണ്ട് ശ്വസിക്കുന്നു. ഇങ്ങനെ അധരങ്ങൾ കൊണ്ട് നാം പാട്ടുകൾ പാടുകയും പ്രാർത്ഥനകൾ ചൊല്ലുകയും ചെയ്യുന്നു. ശരീര ആത്മദേഹിയുടെ സമ്പൂർണമായ ഒരു പാർട്ടിസിപ്പേഷൻ, ഒരു സംസർഗം ആരാധനയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പരിശുദ്ധ മാതാവിൻ്റെ നാമത്തിൽ ഒരുപക്ഷെ മനോഹരമായ ഒരു ചെറിയ കുന്നിൻ പുറത്ത് ഒരു ഉയർന്ന സ്ഥലത്ത് പിതാക്കന്മാർ ഈ സ്ഥലം കണ്ടെത്തി ഇവിടെ ദേവാലയം സ്ഥാപിതമായി. അപ്പോൾ അങ്ങനെയുള്ള ഈ ദേവാലയത്തിൽ ഒരുപക്ഷെ ദേവാലയം സ്ഥാപിച്ച കാലഘട്ടത്തിലെ ആദ്യകാല സ്ഥാപക പിതാക്കന്മാരാരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടാവുകയില്ല. എന്നാൽ അവരുടെ മക്കളും അതിൻ്റെ മക്കളും തലമുറകൾ ഇന്നും ഇവിടെ അനുഗ്രഹകരമായി ജീവിക്കുകയും അവരുടെ പൂർവ്വസ്മരണകളൊക്കെ അയവിറക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ്. 80 കൊല്ലത്തിന് മുമ്പ്, 70 കൊല്ലങ്ങൾക്കപ്പുറം, 60 കൊല്ലങ്ങൾക്കപ്പുറം, 50 കൊല്ലങ്ങൾക്കപ്പുറം ഒക്കെ നടത്തിയ പെരുന്നാളുകളെ പറ്റിയുള്ള ഓർമ്മകൾ ഈ സന്ദർഭത്തിൽ മുതിർന്ന ആളുകളുടെ മനസ്സിലൂടെ കടന്നുപോകും. അങ്ങനെയുള്ള സ്മരണ പുതുക്കലും അതേ സമയത്ത് തന്നെ ദൂരസ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകളുണ്ട്. ഇടവാംഗങ്ങളൊക്കെ ദൂരസ്ഥലങ്ങളിൽ താമസിക്കുന്നുണ്ട്. പലരും വന്നു ചേരാനുള്ള സൗകര്യം നോക്കും. ആർക്കെങ്കിലും വന്നു ചേരാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇന്നത്തെ ആധുനിക സൗകര്യം അനുസരിച്ച് തത്സമയ സംപ്രേഷണം, ലൈവ് ടെലികാസ്റ്റിംഗ്, അതിലൂടെ വീക്ഷിച്ച് ഇവിടെ നടക്കുന്ന ആരാധനാ കാര്യങ്ങളൊക്കെ വീക്ഷിക്കുകയും ഇരിക്കുന്ന സ്ഥലത്ത് രാജ്യത്തിരുന്നുകൊണ്ട് തന്നെ ഇതൊക്കെ വീക്ഷിക്കുകയും ഭക്തിപൂർവ്വം അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ കാലത്തിനനുസരിച്ചുള്ള പെരുന്നാളിൻ്റെ ക്രമീകരണങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് സന്ദർഭവശാൽ ഞാൻ ഓർത്തു എന്ന് മാത്രമേ ഉള്ളൂ. പരിശുദ്ധ ദേവമാതാവിൻ്റെ പെരുന്നാൾ ആചരിക്കുമ്പോൾ നമുക്കറിയുള്ളതുപോലെ തന്നെ പരിശുദ്ധ മാതാവിൻ്റെ നാമത്തിലുള്ള 5-6 പെരുന്നാളുകൾ ഒരു വർഷത്തിൽ നാം ആചരിക്കുന്നുണ്ട്. ആരാധനാ വർഷം കൂദോശിത്വ ഞായറാഴ്ചയോടുകൂടി ആരംഭിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ മാതാവിനോടുള്ള വചനിപ്പിൻ്റെ പെരുന്നാളുണ്ട്, പരിശുദ്ധ മാതാവിനോടുള്ള പുകഴ്ചയുടെ പെരുന്നാളുണ്ട്. ഡിസംബർ മാസം 26-ാം തീയതി മാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളുണ്ട്. ഓഗസ്റ്റ് മാസം 15-ാം തീയതി വിത്തുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാൾ, കതിരുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാൾ, ഇങ്ങനെ ഒന്നിലധികം പെരുന്നാൾ ആണ്ടിൽ ആചരിക്കുന്നു പറയുമ്പോൾ നാം ആവർത്തിച്ച് പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥത അണയ്ക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, വിശുദ്ധ കുർബാന പരസ്യമായിട്ട് ആരംഭിക്കുമ്പോൾ പട്ടക്കാരൻ ചൊല്ലുന്ന പ്രാർത്ഥന, പട്ടക്കാരൻ ആദ്യമായിട്ട് വിശുദ്ധ കുർബാന പരസ്യമായിട്ട് ആരംഭിക്കുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥന തന്നെയും നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദിസ മുക്കിയ യൂഹാനോനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. ആ പ്രാർത്ഥനയോടുകൂടിയാണ് വിശുദ്ധ കുർബാന പരസ്യമായിട്ട് ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ അവിടെയും ഒന്നാം സ്ഥാനം പരിശുദ്ധ മാതാവിന് ആണ് നാം കൊടുക്കുന്നത്, സഭ കൊടുക്കുന്നത് എന്ന് പ്രത്യേകം ഓർക്കുകയാണ് ചെയ്യുന്നത്. ഈ പരിശുദ്ധ മാതാവിൻ്റെ പെരുന്നാൾ ഇത് നാം ആഘോഷപൂർവ്വം ആചരിക്കും. എല്ലാവർക്കും വലിയ ഉത്സാഹമാണ്. മാതാവിൻ്റെ പുകഴ്ചയുടെ പെരുന്നാളുണ്ട്, മാതാവിൻ്റെ വാങ്ങിപ്പിൻ്റെ പെരുന്നാളുണ്ട്,
എന്നാൽ ഈ മാതാവിൻ്റെ വിവിധ പെരുന്നാൾ ആചരിക്കുമ്പോൾ എന്താണ് ആ ജീവിതത്തിൻ്റെ പ്രത്യേകത? പരിശുദ്ധ മാതാവിൻ്റെ ജീവിതമാണെങ്കിലും മറ്റ് പരിശുദ്ധന്മാരുടെയോ ശുദ്ധിമതികളുടെയോ ജീവിതമാണെങ്കിലും എന്തുകൊണ്ടാണ് ആ ജീവിതങ്ങളെ നാം പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നത്? എന്തുകൊണ്ടാണ് അവർ മധ്യസ്ഥയിൽ നാം അഭയപ്പെടുന്നത്? എന്തായിരുന്നു അവരുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായി ആക്കി തീർത്തത്? നമുക്കറിയാം, ഓരോ ജീവിതങ്ങൾ ശ്രദ്ധിക്കുമ്പോഴും ചുരുക്കമായി പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശബ്ദത്തിന് കാതോർക്കുന്ന ജീവിതങ്ങൾ, ദൈവശബ്ദം കേൾക്കുകയും അത് തിരിച്ചറിയുകയും അതിനെ അനുസരിക്കുകയും ചെയ്യുന്ന ജീവിതങ്ങൾ. പരിശുദ്ധ മാതാവിൻ്റെ ജീവിതമാണെങ്കിലും മറ്റ് വിശുദ്ധന്മാരുടെ ശുദ്ധിമതികളുടെ ജീവിതമൊക്കെ ആണെങ്കിൽ നാം കാണുന്നത് അവർ ദൈവത്തിൻ്റെ ശബ്ദത്തിന് കാതോർത്തു, ദൈവശബ്ദം തിരിച്ചറിഞ്ഞു. നാം ധാരാളം ശബ്ദങ്ങൾ കേൾക്കുന്നവരാണ്. ശബ്ദങ്ങൾ കേൾക്കുന്നവരും ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നവരും ശബ്ദങ്ങളോട് പ്രതികരിക്കുന്നവരുമാണ്. നാം കേൾക്കുന്ന ശബ്ദങ്ങൾ എന്തെല്ലാമാണ്? ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങളെല്ലാം കേൾക്കുന്ന എൻ്റെ പ്രസംഗത്തിൻ്റെ ശബ്ദമായിരിക്കും. എന്നാൽ ഓരോ സന്ദർഭത്തിലും ടെലിവിഷൻ ഓൺ ചെയ്താൽ ടെലിവിഷനിലൂടെ വരുന്ന സംപ്രേഷണങ്ങളുടെ ശബ്ദങ്ങൾ കേൾക്കും. ഓരോ ശബ്ദങ്ങളും നമുക്ക് മനസ്സിലാകുന്ന ഭാഷയുണ്ട്, മനസ്സിലാകാത്ത ഭാഷയുണ്ട്. നമുക്ക് സാധാരണഗതിക്ക് ഒരുപക്ഷെ മലയാളവും ഇംഗ്ലീഷും പിന്നെ ഹിന്ദിയും ഒക്കെ മനസ്സിലാകുമായിരിക്കും, അല്ലെ തമിഴോ കന്നഡയോ ഒക്കെ മനസ്സിലാകുമായിരിക്കും. വിദേശ ഭാഷകളൊന്നും അറിയാവുന്ന അധികം പേരും ഇവിടെ കാണുകയില്ല. ഞാൻ പറഞ്ഞു വന്നത്, മനസ്സിലാകുന്ന ഭാഷയിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഭാഷ ഒന്നായിരിക്കണം. പറയുന്ന ആളിൻ്റെ ഭാഷയും കേൾക്കുന്ന ആളിൻ്റെ ഭാഷയും ഒന്നാണെങ്കിൽ മാത്രമേ അതിൻ്റെ പൊരുള് തിരിച്ചറിയാൻ, അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കൂ. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ, ആ ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയണമെങ്കിൽ അതിന് നാം കാതോർക്കണം. അത് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ ഭാഷയിൽ കേൾക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ ശബ്ദം നാം ആരും കേട്ടിട്ടില്ല. പക്ഷെ ആ ശബ്ദം കേൾക്കുന്നതിന്, അത് തിരിച്ചറിയുന്നതിന്, നമ്മുടേതായ ഭാഷയിലും രീതിയിലും തിരിച്ചറിയുന്നതിന് നമുക്ക് ഇടയാകണം. അങ്ങനെ ഇടയാകുമ്പോഴാണ് അതിൻ്റെ അർത്ഥം നാം മനസ്സിലാവുന്നത്. പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ ജീവിതത്തിലും ഇതുപോലെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും തിരിച്ചറിയുകയും ആ ശബ്ദത്തിന് മുമ്പിൽ തൻ്റെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ചു. ഇങ്ങനെ സമർപ്പിതമായ ഒരു ജീവിതം നയിക്കുമ്പോൾ അവിടെ വീണ്ടും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെല്ലുവിളികൾ കാത്തിരിക്കുന്ന ജീവിതമാണ് സമർപ്പിത ജീവിതം എന്ന് പറയുന്നത്. ദൈവഹിതത്തിന് സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്ന ജീവിതമാണ്. അതത്ര സുഖകരമായ എളുപ്പമുള്ള ജീവിതമാണ് എന്നാരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഏതു വിധത്തിലുള്ള വെല്ലുവിളികൾ, പൈശാചിക വെല്ലുവിളികളാകാം, ലോകത്തിൻ്റെ വെല്ലുവിളികളാകാം, പല വിധത്തിലുള്ള വിശപ്പിൻ്റെ വെല്ലുവിളിയാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടാകാം, രോഗങ്ങളാകാം, മനക്ലേശങ്ങളാകാം, പല വിധത്തിലുള്ള ക്ലേശങ്ങൾ നാം സഹിക്കേണ്ടി വരും ദൈവഹിതത്തിന് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ. പക്ഷെ അവിടെ തളർന്നു പോകാതെ, പതറിപ്പോകാതെ നിലനിൽക്കാൻ സാധിക്കുമ്പോഴാണ് ആ ജീവിതം വിജയത്തിൽ എത്തിച്ചേരുന്നത്.